നമസ്കാരം. 2003 ഫെബ്രുവരി 7 നേരം പരവര വെളുക്കുന്നതേ ഉള്ളൂ. ആ സമയത്താണ് ബൗ ബസാർ പോലീസ് സ്റ്റേഷനിലെ ഫോൺ ശബ്ദിക്കുന്നത്. ലേശം ഉറക്കച്ചടവോടുകൂടി ഫോൺ അറ്റൻഡ് ചെയ്ത പോലീസുകാരനോട് മറുഭാഗത്തുള്ള ആള് പറഞ്ഞു, സർ ഹോട്ടൽ പെൻഗുനിൽ നിന്നാണ് വിളിക്കുന്നത്. സർ ഇവിടെ ഒരു കൊലപാതകം നടന്നിരിക്കുകയാണ്. സർ എത്രയും പെട്ടെന്ന് വരണം. ബൗ ബസാർ പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള ഒരു ഹോട്ടലാണ് ഹോട്ടൽ പെൻഗ്വിൻ. അവിടെ നിന്നാണ് കോൾ വന്നിരിക്കുന്നത്. അല്പസമയം കഴിഞ്ഞപ്പോൾ പോലീസ് ഹോട്ടൽ പെൻഗ്വിനിലെത്തി. ലാൽ ബസാറിലെ കൺട്രോൾ റൂമിൽ നിന്ന് ഡിറ്റക്റ്റീവ് ഡിപ്പാർട്ട്മെന്റിലെ ആളുകളും അതുപോലെ ഹോമിസൈഡ് ഡിപ്പാർട്ട്മെന്റിലെ ആളുകളും ഹോട്ടൽ പെൻഗ്വിനിലെത്തി. റിസപ്ഷനിൽ പോലീസ് എത്തപ്പോൾ അവിടെയുള്ള റിസപ്ഷനിസ്റ്റും മാനേജറും മറ്റു ഉദ്യോഗസ്ഥരും ഒക്കെ വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. പോലീസ് അവരുടെ കാര്യം തിരക്കി. സർ 102-ൽ ഒരു മരണം നടന്നിരിക്കുകയാണ്. ഒരു കൊലപാതകമാണെന്ന് തോന്നുന്നു. റൂം നമ്പർ 102 ഒരു ഡബിൾ ബെഡുള്ള മുറിയാണ്. ആ മുറി ഫെബ്രുവരി 6 ബുക്ക് ചെയ്തിരിക്കുന്നത് 2 പേർ ചേർന്നാണ്. അവരുടെ പേരുകൾ ഹോട്ടലിലെ രജിസ്റ്ററിലുണ്ട്. സുമൻ ബിഹാരിയും മോട്ടിലാൽ ഷായുമാണ് ഫെബ്രുവരി 6 ആ മുറി എടുത്തിരിക്കുന്നത്. ഫെബ്രുവരി 6 വൈകുന്നേരത്തോടു കൂടി മോട്ടിലാൽ ഷാ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് പോയത് പലരും കണ്ടിട്ടുണ്ട്. ഹോട്ടലിന് പുറത്തേക്ക് പോയ മോട്ടിലാൽ ഷാ മടങ്ങി വന്നതായി ആരും കണ്ടിട്ടുമില്ല. ഫെബ്രുവരി 7 രാവിലെ ഹോട്ടലിലെ ഹൗസ് കീപ്പിംഗ് ജീവനക്കാർ ഓരോ മുറിയായി വൃത്തിയാക്കി വരുമ്പോൾ അവർ 102-ന്റെ മുന്നിലെത്തിയിരുന്നു. 102-ന്റെ മുന്നിലെത്തി അവർ ബെല്ലടിച്ചു. 1-2 തവണ ബെല്ലടിച്ചിട്ടും മുറി തുറക്കാതെ വന്നപ്പോൾ അവർ അടുത്ത മുറിയിലേക്ക് പോയി. അകത്തുള്ള ആളുകൾ നല്ല ഉറക്കത്തിലായതുകൊണ്ടാവും വാതിൽ തുറക്കാത്തെന്ന് കരുതിയാണ് അവർ അടുത്ത മുറിയിലേക്ക് നീങ്ങിയത്. അടുത്തുള്ള മുറികളിലേക്ക് പോയതിനു ശേഷം ആ ഹൗസ് കീപ്പിംഗ് ടീം മടങ്ങി 102-ന്റെ മുന്നിലെത്തി. വീണ്ടും അവർ ബെല്ലടിച്ചു. 3-4 തവണ ബെല്ലടിച്ചിട്ടും വാതിൽ തുറക്കാതെ വന്നപ്പോൾ അവർ വാതിൽ തട്ടി വിളിച്ചു. ആദ്യം സാവധാനം തട്ടിയെങ്കിലും പിന്നീട് കുറച്ച് ശബ്ദം ഉണ്ടാക്കി തന്നെ തട്ടി. ഉറക്കെ വാതിൽ തട്ടിയിട്ടും അകത്ത് നിന്ന് പ്രതികരണമൊന്നും ഉണ്ടാകാതെ വന്നപ്പോൾ അവർ മാനേജറെ വിവരമറിയിച്ചു. മാനേജർ അയാളുടെ കൈവശമുള്ള ഡ്യൂപ്ലിക്കേറ്റ് കീ ഉപയോഗിച്ച് വാതിൽ തുറന്നു. വാതിൽ തുറന്ന മാനേജറും ഹൗസ് കീപ്പിംഗ് സ്റ്റാഫും ശരിക്കും ഞെട്ടുന്നൊരു കാഴ്ചയാണ് ആ മുറി കണ്ടത്. തലേദിവസം അവിടെ മുറിയെടുത്ത സുമൻ ബിഹാരി ബെഡിൽ കമിഴ്ന്നു കിടക്കുകയാണ്. അയാളുടെ മൂക്കിലൂടെയും വായിലൂടെയും രക്തം ഒലിച്ചിറങ്ങിയിരിക്കുകയാണ്. ആ രക്തം ബെഡിൽ പടർന്നിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ തന്നെ ആ വ്യക്തി മരിച്ചു എന്ന് വ്യക്തമാണ്. ഒരു വെളുത്ത ഷർട്ടും ക്രീം കളറിലുള്ള ഒരു ഹാഫ് ട്രൗസറുമാണ് സുമൻ ബിഹാരിയുടെ വേഷം. ഹോട്ടൽ ജീവനക്കാരിൽ നിന്ന് വിവരങ്ങൾ അറിഞ്ഞ പോലീസ് വിശദമായ പരിശോധന ആരംഭിച്ചു. സുമൻ ബിഹാരിയുടെ പുറത്ത് ഒരു തരത്തിലുമുള്ള പാടുകളുമില്ല. അയാളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് വ്യക്തമാണ്. ആ മുറിയുടെ മൂലയ്ക്കായി ഒരു ഒഴിഞ്ഞ ബിയർ ബോട്ടിൽ കാണാം. സമീപത്തായി ഒരു പേപ്പർ കിടപ്പുണ്ട്, ഒരു ന്യൂസ് പേപ്പർ. 12 പേജുള്ള സൻഗത് പ്രതിദിൻ എന്ന ന്യൂസ് പേപ്പറാണ് അവിടെ കിടക്കുന്നത്. പക്ഷെ ആ ന്യൂസ് പേപ്പറിനകത്ത് നിന്ന് ഒരു പേപ്പർ മിസ്സായിട്ടുണ്ട്. ആ പത്രം 2003 ഫെബ്രുവരി 6 ഒരു കൊലപാതകം നടക്കുമ്പോൾ കൊലപാതകം നടന്ന സ്ഥലത്തെ നമ്മൾ പ്ലേസ് ഓഫ് ഓക്കുറൻസ് എന്ന് പറയും. കൊല നടന്ന സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ കൊലപാതകിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നവരെയുള്ള കാര്യങ്ങൾ ഓരോന്നും സ്റ്റെപ്പുകളായി പരിഗണിച്ചാൽ ഒരുപാട് സ്റ്റെപ്പുകളുള്ള ഒരു ഏണിയുടെ ഏറ്റവും അടിയിലത്തെ സ്റ്റെപ്പ് മാത്രമാണ് ഈ കൊല നടന്ന സ്ഥലം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കയറി മുകളിലെത്തിയാൽ മാത്രമേ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ആ കൊലപാതകം പ്രൂവ് ചെയ്ത് കുറ്റവാളികളെ ശിക്ഷിപ്പിക്കാൻ പറ്റൂ. ശരിക്കും ടീഡിയസ് ആയിട്ടുള്ള ശ്രമകരമായ ഒരു ദൗത്യമാണ് ഏത് കൊലപാതകവും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകുന്നത്. ഡിറ്റക്റ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെയും ഹോമിസൈഡ് ഡിപ്പാർട്ട്മെന്റിന്റെയും ആളുകളും ഫോറൻസിക് വിദഗ്ധരും ഒക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആ മുറിയിൽ നിന്ന് കിട്ടാവുന്ന സകല തെളിവുകളും ശേഖരിച്ചു തുടങ്ങി. ആ മുറിയുടെ മൂലയിൽ കണ്ട ആ ബിയർ ബോട്ടിൽ വളരെ ശ്രദ്ധാപൂർവം പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. ആ ബിയർ ബോട്ടിൽ എവിടെയെങ്കിലും വിരലടയാളമോ കൈയുടെ അടയാളമോ പതിഞ്ഞിട്ടുണ്ടോ എന്നാണ് ഫോറൻസിക് വിദഗ്ധർ നോക്കുന്നത്. വിദഗ്ധമായ പരിശോധനയിൽ അവർക്ക് ഒരു കാര്യം മനസ്സിലായി. ആ ബിയർ ബോട്ടിലിൽ അവർക്ക് ആവശ്യമുള്ള വിരലടയാളങ്ങൾ ഒന്നുമേയില്ല. ഇനി അവരുടെ മുന്നിലുള്ള തെളിവ് ആ പത്രമാണ്. പത്രത്തിലെ മിസ്സായ പേജ്, ആ പേജ് ചിലപ്പോ ഒരു തുമ്പാവും. അത് മനസ്സിലാക്കിയ അന്വേഷണ ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ സൻസിദ് പത്രത്തിന്റെ ഓഫീസിൽ നിന്ന് അവരുടെ ഫെബ്രുവരി 6 പത്രത്തിന്റെ ഒരു കോപ്പി സംഘടിപ്പിച്ചു. വളരെ ആകാംക്ഷയോടുകൂടി അന്വേഷണ ഉദ്യോഗസ്ഥർ മിസ്സായ ആ പേജ് കണ്ടുപിടിച്ചു. ആ പേജിലുള്ള മുഴുവൻ ന്യൂസും പരസ്യവും വളരെ വളരെ സൂക്ഷ്മതയോടുകൂടി അന്വേഷണ ഉദ്യോഗസ്ഥർ ഒന്ന് പരിശോധിച്ചു തുടങ്ങി. ആ വാർത്തകൾക്കിടയിൽ
ആ പരസ്യങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു തെളിവ് കിട്ടുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പ്രതീക്ഷ. അന്വേഷണത്തിന്റെ ഭാഗമായ ഉദ്യോഗസ്ഥർ തലങ്ങും വിലങ്ങും ആ പേജ് പരിശോധിച്ചിട്ടും അതിന്ന് അവർക്കൊന്നും കിട്ടിയില്ല. ആ മുറിയിലെ ബെഡിന്റെ കവർ, പുതപ്പ്, തലയണ സകലതും പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. മുറിയിലുള്ള കണ്ണാടി, ബാത്റൂമിലെ ക്ലോസറ്റ്, വാഷ് ബേസിൻ എന്ന് വേണ്ട അവിടെ എന്തൊക്കെ പരിശോധിക്കാൻ പറ്റുമോ അത് മുഴുവൻ അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് വിധേയമാക്കി. എന്തെങ്കിലും ഒരു തെളിവ് ആ മുറിയിൽ നിന്ന് കിട്ടുമെന്ന് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പ്രതീക്ഷ. ഫോറൻസിക് വിദഗ്ധരും ഡിറ്റക്റ്റീവ്സും ഹോമിസൈഡ് ഡിപ്പാർട്ട്മെന്റിലെ ആളുകളും ടീമുകളായി തിരിഞ്ഞ് ഓരോ ഇഞ്ചും പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. ബെഡ്റൂമിൽ നിന്നോ ബാത്റൂമിൽ നിന്നോ അവർക്ക് ഒരു തെളിവ് ലഭിച്ചില്ല എങ്കിലും ആ മരിച്ചു കിടന്ന മനുഷ്യന്റെ പോക്കറ്റിനുള്ളിൽ നിന്ന് അവർക്കൊരു തെളിവ് കിട്ടി. ഒരു ചെറിയ പേപ്പറാണ് അവർക്ക് കിട്ടിയത്. ആ പേപ്പറിലുള്ളത് കുറച്ച് പേരുകളും ടെലിഫോൺ നമ്പറുകളുമാണ്. പോലീസിന് ലഭിച്ച ഏക തെളിവാണ് ആ പേപ്പറിൽ കാണുന്ന ടെലിഫോൺ നമ്പറുകളും പേരുകളും. ആ ടെലിഫോൺ നമ്പറുകൾ ബേസ് ചെയ്തുകൊണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. അന്വേഷണം തുടങ്ങി അധികം സമയം കഴിയുമ്പോൾ തന്നെ പോലീസിന് ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണ്. കൊല്ലപ്പെട്ട വ്യക്തിയുടെ പേര് സുമൻ ബിഹാരി എന്നല്ല, അയാളുടെ പേര് തപൻ ദാസ് എന്നാണ്. ഈസ്റ്റ് കൊൽക്കത്തയിൽ റായ്ചരൺപാൽ ഏരിയയിൽ ഒരു വീട്ടിൽ പേയിങ് ഗസ്റ്റായി താമസിക്കുന്ന ആളാണ് ഈ തപൻ ദാസ്. ആ വിവരമാണ് ഇപ്പോ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. പോലീസ് ഉടൻ തന്നെ ആ വീട്ടുടമസ്ഥനെ കണ്ടുപിടിച്ചു. അയാളുടെ പേര് പൂർണ്ണചന്ദ്ര സാഹ എന്നാണ്. പൂർണ്ണചന്ദ്ര സാഹ തപന്റെ ഫോട്ടോ കണ്ട ഉടനെ ആളെ തിരിച്ചറിഞ്ഞു. അയാളുടെ വീട്ടിൽ പേയിങ് ഗസ്റ്റായി താമസിക്കുന്ന തപനെ അയാൾക്ക് നന്നായിട്ട് അറിയാം. തപനെ കുറിച്ച് അയാൾക്ക് നല്ല അഭിപ്രായമാണ്. അധികം സംസാരിക്കാത്ത വ്യക്തിയാണ് ഈ തപൻ ദാസ് എങ്കിലും തപൻ ദാസിന് ഒരു ബിസിനസ് ഉണ്ടെന്ന് തപൻ ദാസ് ആ വീട്ടുടമയോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്താണ് ബിസിനസ് എന്ന് തപൻ ദാസ് വീട്ടുടമയോട് പറഞ്ഞിട്ടുമില്ല. തപൻ ദാസിനെ കുറിച്ച് തനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ വീട്ടുടമ പൂർണ്ണചന്ദ്ര പോലീസിനോട് പറയുകയാണ്. തപൻ ദാസ് വിവാഹിതനല്ല, അയാളെ കാണാനായി ഇടയ്ക്കിടയ്ക്ക് സുഹൃത്തുക്കൾ വരാറുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വീട്ടുടമസ്ഥനായ പൂർണ്ണചന്ദ്ര പോലീസിനോട് പറഞ്ഞത്. പോലീസിന്റെ അന്വേഷണം പിന്നെയും മുന്നോട്ട് പോവുകയാണ്. ടെലിഫോൺ നമ്പറുകൾ കണക്ട് ചെയ്ത് അന്വേഷണം പോലീസ് മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ അവരെത്തിച്ചേർന്നത് തപൻ ദാസിന്റെ സഹോദരന്റെ വീട്ടിലാണ്. തപൻ ദാസിന്റെ സഹോദരന്റെ വീട് കൽക്കത്തയ്ക്ക് വടക്കുള്ള നോർത്ത് 24 പർഗാന ജില്ലയിലാണ്. പോലീസ് സഹോദരന്റെ വീട്ടിലെത്തി. തപൻ ദാസ് കൊല്ലപ്പെട്ട കാര്യം സഹോദരനോട് പറഞ്ഞപ്പോ സഹോദരന്റെ മുഖത്ത് വലിയ ഭാവമാറ്റമൊന്നുമില്ല. അനുജന്റെ മരണം അറിയുമ്പോൾ സ്വാഭാവികമായും തപൻദാസിന്റെ ജ്യേഷ്ഠൻ സങ്കടപ്പെടുമെന്നാണ് പോലീസ് കരുതിയത്. പോലീസിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അയാൾ തികഞ്ഞ നിസ്സംഗതയോടെയാണ് ആ വാർത്ത കേട്ടത്. തപൻദാസിന്റെ സഹോദരന്റെ ആ പെരുമാറ്റം പോലീസിന് സ്വാഭാവികമായിട്ടും വല്ലാത്തൊരു അമ്പരപ്പുണ്ടാക്കുകയാണ്. അതിന്റെ കാരണത്തെക്കുറിച്ച് പോലീസ് തിരക്കിയപ്പോൾ തപൻദാസിന്റെ സഹോദരൻ പോലീസിനോട് ഒരു കാര്യം വ്യക്തമാക്കി. കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് തപൻദാസ് അയാളിൽ നിന്ന് വിട്ടുപോയത്. തപൻദാസിനെ കുറിച്ച് അയാൾ കേൾക്കാറേയില്ല. തപൻദാസും അയാളും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് അപ്പോഴാണ് പോലീസിന് മനസ്സിലാകുന്നത്. തപൻദാസിന്റെ ജ്യേഷ്ഠൻ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ചില്ല എങ്കിലും പോലീസ് അതും രേഖപ്പെടുത്തി. തപൻദാസ് എങ്ങനെ കൊല്ലപ്പെട്ടു എന്നുള്ളത് തെളിയിക്കേണ്ട ചുമതല സ്വാഭാവികമായും പോലീസിനാണല്ലോ. പോലീസിന് ഇനിയും മുന്നോട്ട് പോയേ പറ്റൂ. ഈ സമയത്താണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസ് പ്രതീക്ഷിച്ച ശൈലി തന്നെയാണ്. തപൻദാസ് കൊല്ലപ്പെട്ടത് ശ്വാസം മുട്ടിയാണ്. അയാൾ ആരോ ശ്വാസം മുട്ടിച്ച് കൊന്നിരിക്കുകയാണ്. ആ കാര്യം ആ ബോഡി പരിശോധിച്ച സമയത്ത് തന്നെ പോലീസുകാരും മനസ്സിലാക്കിയതാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അത് ഒന്നുകൂടി ഉറപ്പാക്കി. 2 ദിവസമായിട്ടും പ്രതികളെ കുറിച്ചുള്ള ഒരു സൂചനയും കിട്ടാതെ വന്നതും പത്രങ്ങൾ സ്വാഭാവികമായിട്ടും ആ വാർത്ത വലിയ ഹെഡിങ്ങോട് കൂടി അവതരിപ്പിച്ചു തുടങ്ങി. നഗരത്തിലെ ഹോട്ടലിനുള്ളിൽ ആളുകളെ ഞെട്ടിപ്പിക്കുന്ന കൊല, പ്രതികൾ ഒളിവിൽ, പോലീസ് ഇരുട്ടിൽ തപ്പുന്നു. പോലീസിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടാണ് പത്രങ്ങളിലെ ലേഖനങ്ങളും വാർത്തകളും ഒക്കെ വരുന്നത്. ആ വാർത്തകൾ കൊടുക്കുന്ന കൂട്ടത്തിൽ പത്രങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇതാണ് കൽക്കത്തയിലെ അവസ്ഥയെങ്കിൽ ആളുകൾ എങ്ങനെ മനസ്സമാധാനത്തോടെ കഴിയും? ക്രമസമാധാനം തകർന്നിരിക്കുന്നു. ഏത് വാർത്തയെയും വളച്ചൊടിച്ച് അതിമനോഹരമായി അവതരിപ്പിക്കാനുള്ള പത്രങ്ങളുടെ കഴിവ് ഒരിക്കൽ കൂടി പ്രകടമാവുകയാണ്. എല്ലാ ദിവസവും പത്രങ്ങളിൽ പോലീസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള വാർത്തകൾ വന്നു തുടങ്ങിയപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മേൽ ശരിക്കും വലിയൊരു പ്രഷർ അനുഭവപ്പെട്ടു തുടങ്ങി. ഹയർ അതോറിറ്റീസ് അന്വേഷണ ഉദ്യോഗസ്ഥരെ പ്രസ് ചെയ്യുകയാണ്. എത്രയും പെട്ടെന്ന് കുറ്റവാളികളെ കണ്ടുപിടിക്കണം. അത് ഒരു ആവശ്യമായി പോലീസ് ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ തോന്നി തുടങ്ങിയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ആ കാര്യം അറിയാം. പ്രതിയെ അല്ലെങ്കിൽ പ്രതികളെ പിടിക്കണം. പക്ഷെ പ്രതി എവിടെ? അതാണല്ലോ ചോദ്യം. പ്രതിയിലേക്ക് എത്താൻ കഴിയുന്ന ഒരു തെളിവും ഇതുവരെയും അവർക്ക് കിട്ടിയിട്ടില്ല. ഫെബ്രുവരി 6-ന് ഹോട്ടൽ പെൻഗ്വിനിൽ ഉണ്ടായിരുന്ന
മുഴുവൻ സ്റ്റാഫിനെ പോലീസ് ചോദ്യം ചെയ്തതാണ്. അന്നേ ദിവസം ആ ഹോട്ടലിൽ താമസിച്ചിരുന്ന ആളുകളെയും ചോദ്യം ചെയ്തു. അന്ന് അവിടേക്ക് വന്ന പത്രക്കാരെയും പാൽക്കാരനെയും എന്ന് വേണ്ട ഹോട്ടലുമായി ഏതെങ്കിലും ശൈലിയിൽ ആ ദിവസം കണക്ഷൻ ഉണ്ടാക്കിയ മുഴുവൻ ആളുകളെയും പോലീസ് കണ്ടെത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു. സ്റ്റാഫുകളുടെ സഹായത്തോടു കൂടി തപദാസിനൊപ്പം ഉണ്ടായിരുന്ന ആളിന്റെ രേഖാചിത്രം വരച്ചു നോക്കാൻ പോലീസ് ഒരു ശ്രമം നടത്തിയെങ്കിലും കൃത്യമായൊരു ചിത്രം വരച്ചെടുക്കാൻ അവർക്ക് പറ്റിയില്ല. തപൻദാസിനൊപ്പമുള്ള വ്യക്തിയെക്കുറിച്ച് റിസപ്ഷനിൽ ഉണ്ടായിരുന്ന ആളും ഹോട്ടലിൽ അയാളെ കണ്ട മറ്റാളുകളും പറയുന്നത് ചില സൂചനകളാണ്. അയാൾക്ക് ഒരു ആവറേജ് പൊക്കമാണ് ഉണ്ടായിരുന്നത്. ലേശം തടിച്ചിട്ടാണ്, കറുത്തിട്ടാണ്. ആവറേജ് പൊക്കമുള്ള തടിച്ചിട്ട് കറുത്ത ഒരാള് എന്നുള്ള വിവരണം മാത്രമാണ് ഹോട്ടലിൽ നിന്ന് കിട്ടുന്നത്. ഒരാളെ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ അയാളുടെ എന്തെങ്കിലും പ്രത്യേകതകൾ വേണം. ചിലപ്പോൾ മുട്ടയടിച്ച ഒരാളായിരിക്കും, താടിയുള്ള ഒരാളായിരിക്കും, ശരിക്കും കൂട്ടുപുരികയുള്ള ഒരാളായിരിക്കും, അല്ലെങ്കിൽ പല്ല് ഉന്തിയിരിക്കും. എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ മുഖത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ മാത്രമേ അത് ബേസ് ചെയ്ത് ചിത്രം വരയ്ക്കാൻ പറ്റൂ, എങ്കിലേ വേഗം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂ. എന്നാൽ ഇവിടെ റിസപ്ഷനിസ്റ്റും മറ്റുള്ള ആളുകളൊക്കെ സൂചിപ്പിക്കുന്നത് കറുത്ത് തടിച്ച ആവറേജ് പൊക്കമുള്ള ഒരാൾ. ആ ഒരൊറ്റ വരിയിൽ നിന്ന് ഒരാളുടെ ചിത്രം വരച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത് അസംഭവ്യമാണ്. ഹോട്ടൽ ജീവനക്കാർ പറയുന്ന ശൈലിയിലുള്ള ഒരാളെ ആ ഹോട്ടലിൽ ഇരിക്കുന്നതിന് 1 കിലോമീറ്റർ ചുറ്റളവിൽ കണ്ടുപിടിക്കാൻ പറ്റും. മിനിമം 500 പേരെങ്കിലും അവർ പറയുന്ന ആ ശൈലിയിലുണ്ടാവും. എന്ന് പറഞ്ഞാൽ യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിക്കാൻ ആ വിവരങ്ങൾ പോരാന്നാണ്. അത് മനസ്സിലാക്കി അന്വേഷണ ഉദ്യോഗസ്ഥർ വീണ്ടും ജീവനക്കാരെ ചോദ്യം ചെയ്തു തുടങ്ങി. ചോദ്യം ചെയ്യുന്നതിന് പകരം അവർ ഇപ്പോ ജീവനക്കാരോട് സംസാരിച്ചു നോക്കുകയാണ്. എന്തെങ്കിലും കാര്യങ്ങൾ ജീവനക്കാരെ കയ്യിൽ നിന്ന് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ മാറി തിരിഞ്ഞു അവരോട് സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിച്ചു വരുമ്പോൾ ഒരാൾ ഒരു കാര്യം പോലീസിനോട് പറഞ്ഞു. സർ, രജിസ്റ്ററിൽ പേരെഴുതുമ്പോൾ തപൻദാസിന്റെ കൂടെയുള്ള ആള് ഹിന്ദിയിലെ സംസാരിച്ചത്. പക്ഷെ അയാളുടെ ഹിന്ദിയിലുള്ള സംഭാഷണത്തിന് ഒരു ബംഗാളി ചുവയുണ്ടായിരുന്നു. വളരെ വളരെ നിർണായകമായ ഒരു ഇൻഫോർമേഷനാണ് ഇപ്പോ ആ റിസപ്ഷനിൽ ഇരുന്ന ആള് പോലീസിനോട് പറഞ്ഞത്. ബംഗാളി ചുവയിൽ ഹിന്ദി ഭാഷ സംസാരിക്കുന്ന ഒരു വ്യക്തി. അർത്ഥം വളരെ വ്യക്തമാണ്. അവിടെ അന്ന് ഹിന്ദിക്കാരനാണെന്ന് പറഞ്ഞ് റൂം എടുത്ത വ്യക്തി ഒരു ബംഗാളിയാണ്. പോലീസിന് ഒരു ബ്രേക്ക് ത്രൂ ആദ്യമായി കിട്ടുകയാണ്. കൊല്ലപ്പെട്ട തപൻദാസും ബംഗാളിയാണ്. തപൻദാസിനൊപ്പം മുറിയിലുണ്ടായിരുന്ന ആളും ബംഗാളിയാണ്. പക്ഷെ അവർ രണ്ടുപേരും മുറിയെടുത്തപ്പോ ഹിന്ദിക്കാരാണെന്ന് പറഞ്ഞാണ് മുറിയെടുത്തത്. എന്തിനാ അവരങ്ങനെ ചെയ്തത്? ഒരു ചോദ്യം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിലേക്ക് ഇതാ വരികയാണ്. തപൻദാസ് ഒരു ഹിന്ദിക്കാരാണെന്ന് പറഞ്ഞ് എന്തിന് ആ ഹോട്ടലിൽ മുറിയെടുത്തു? അയാൾക്കൊപ്പം മുറിയെടുത്ത ആളും അതുപോലെ ഹിന്ദിക്കാരനെന്ന് പറഞ്ഞാൽ എടുത്തത്. യഥാർത്ഥത്തിൽ അയാളും ഒരു ബംഗാളിയാണെന്ന് 100% ഉറപ്പാണ്. എന്തിനായിരിക്കാം അവർ കള്ളപ്പേരിൽ മുറിയെടുത്തത്? ആ ചോദ്യം മുന്നിലേക്ക് വന്നതും പോലീസിന് അന്വേഷണം ഒന്ന് ചൂടായി. പോലീസിനെ കുഴയ്ക്കുന്ന ചോദ്യങ്ങളുടെ എണ്ണം ഇപ്പൊ കൂടുകയാണ്. ആരാണ് തപൻദാസിനെ കൊന്നത്? എന്തിനാണ് കൊന്നത്? എന്തിനാണ് തപൻദാസും കൂടെയുള്ള ആളും കള്ളപ്പേരിൽ മുറിയെടുത്തത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം പോലീസിന് ഉത്തരം കണ്ടെത്തിയേ പറ്റൂ. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പോലീസിന്റെ കയ്യിൽ ഉള്ള ഏക സാധനം കൊല്ലപ്പെട്ട തപൻദാസിന്റെ പാൻസിന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയ ആ പേപ്പറാണ്. കുറച്ച് പേരുകളും ടെലിഫോൺ നമ്പറുകളും ഉള്ള ആ പേപ്പർ. പോലീസ് വിശദമായ അന്വേഷണം ആ പേപ്പറിലെ പേരുകളിലും അതുപോലെ ടെലിഫോൺ നമ്പറിലും നടത്തിയപ്പോൾ ഒരു കാര്യം പോലീസിന് ഉറപ്പായി. ആ പേപ്പറിലുള്ള ആളുകളൊക്കെയും കൽക്കട്ടയുടെ വടക്കുള്ള നോർത്ത് 24 പർഗാന ജില്ലയിൽ നിന്നുള്ള ആളുകളാണ്. മുഴുവൻ ആളുകളും അവിടെ ഉള്ളവരാണ്. ആ ആളുകളെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചപ്പോൾ പല കാര്യങ്ങളും പതുക്കെ പതുക്കെ പുറത്തു വരികയാണ്. ഓരോ ടെലിഫോൺ നമ്പറും ക്ലിയർ ചെയ്യുമ്പോൾ അവർക്ക് തപൻദാസിനെ കുറിച്ച് പുതിയ പുതിയ അറിവുകളാണ് ലഭിക്കുന്നത്. തപൻദാസ് ഒരു സാധാരണ വ്യക്തിയല്ല എന്നുള്ള ഇൻഫോർമേഷനാണ് പോലീസിന് ആ അന്വേഷണത്തിന്റെ ഭാഗമായി കിട്ടിയത്. തപൻദാസ് ഒരു താരമാണ്. തപൻദാസ് ചതിയിൽ, വഞ്ചനയിൽ, പറ്റിപ്പിൽ ലോക റെക്കോർഡ് ഇട്ട ഒരു കക്ഷിയാണെന്നുള്ള ഇൻഫോർമേഷനാണ് ആ ടെലിഫോൺ നമ്പറുകളിലൂടെ കടന്നുപോയ പോലീസിന് ലഭിച്ചത്. തട്ടിപ്പിന്റെ ഒരു ഉസ്താദായിരുന്നു തപൻദാസ്. രസകരമായ രീതിയിൽ ആളുകളെ പറ്റിക്കുക എന്നുള്ളത് തപൻദാസിന്റെ ഒരു ഹോബിയായിരുന്നു. പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാക്കുകയാണ്. ആളുകളെ പറ്റിക്കുന്നതിൽ ഒരു അസാധാരണമായ ശേഷി തപൻദാസിന് ഉണ്ടായിരുന്നു. തപൻദാസ് നോർത്ത് 24 പർഗാനയിൽ നിന്നുള്ള ചെറുപ്പക്കാരായ ഒരുപാട് ആളുകളെ ജോലി വാങ്ങിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ് നന്നായി പറ്റിച്ചിട്ടുണ്ട്. അറിയപ്പെടുന്ന സ്ഥാപനങ്ങളിൽ
വളരെ മെച്ചപ്പെട്ട ശമ്പളത്തിൽ ജോലി വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് അനവധി ആളുകളുടെ കയ്യിൽ നിന്ന് പണം ഈടാക്കിയ വ്യക്തിയാണ് തപൻദാസ്. ഒരു സ്ഥലത്ത് തപൻദാസിന്റെ റോൾ അങ്ങനെയാണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് തപൻദാസ് പറ്റിപ്പ് നടത്തിയത് ബാങ്ക് ലോണ് സംഘടിപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞാണ്. അനവധി ആളുകളുടെ കയ്യിൽ നിന്ന് അയാൾ ബാങ്ക് ലോൺ സംഘടിപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് കമ്മീഷൻ വാങ്ങിച്ചിട്ടുണ്ട്. ബാങ്ക് ലോൺ ലഭിക്കുന്നതിന് ആവശ്യമായ ഡോക്യുമെന്റ്സ് തയ്യാറാക്കാനും ബാങ്കിലെ ഉദ്യോഗസ്ഥർ കൊടുക്കാനെന്ന് പറഞ്ഞ് ഒരു തുക ആദ്യമേ കക്ഷികളിൽ നിന്ന് തപൻദാസ് വാങ്ങി. ആ സംഖ്യ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ തപൻദാസിനെ ഫോണിൽ കിട്ടില്ല. നോർത്ത് 24 പർഗാനയിൽ തപൻദാസിന്റെ തട്ടിപ്പിന് വിധേയരായ ഒത്തിരിയേറെ ആളുകളെ പോലീസ് കണ്ടുമുട്ടി. ആ ആളുകളിൽ നിന്നുള്ള ഇൻഫർമേഷൻ പോലീസ് കളക്ട് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് പോലീസിന് ഒരു പുതിയ വിവരം കിട്ടുന്നത്. ഈ അടുത്ത കാലത്തായി തപൻദാസ് ഒരു പുതിയ ഗ്യാങ്ങുമായി ചങ്ങാത്തത്തിലായിരുന്നു. ആ ഗ്യാങ് ഒരു പ്രത്യേക വിഷയത്തിൽ ശരിക്കും ആ മേഖലയിൽ തരംഗമുണ്ടാക്കുന്ന സമയത്താണ് തപൻദാസ് അവരുമായി ചങ്ങാത്തത്തിലായത്. തപൻദാസ് കമ്പനി അടിച്ചത് മറ്റൊരു തട്ടിപ്പ് ടീമിനെയാണ്. ആ ടീം ആ സമയത്ത് നോർത്ത് 24 പർഗാന ജില്ലയിലെ ആളുകളെ റൈസ് പുള്ളർ എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. റൈസ് പുള്ളർ ഇന്ത്യയിലെമ്പാടും തരംഗമുണ്ടാക്കിയ വർഷമാണ് ഈ 2002, 2003, 2004. ഇപ്പോഴും റൈസ് പുള്ളർ പല മേഖലയിലും തട്ടിപ്പ് രൂപത്തിൽ അരങ്ങേറാറുണ്ട്. ഇവിടെ നോർത്ത് 24 പർഗാനയിൽ റൈസ് പുള്ളർ അരങ്ങേറിയത് ഒരു രസകരമായ രീതിയിലാണ്. ശക്തമായ മിന്നലടിച്ച് നമ്മുടെ വീട്ടിലെ പാത്രങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ മാറ്റം സംഭവിച്ച് ശരിക്കും വിലപിടിപ്പുള്ള പാത്രങ്ങളായി മാറിയിട്ടുണ്ടാവും. ചില പാത്രങ്ങൾ മിന്നലടിക്കാതെ തന്നെ സൂര്യപ്രകാശം അടിച്ചും മാറ്റങ്ങൾക്ക് വിധേയമാകും. സൂര്യപ്രകാശം അടിച്ചും മിന്നലടിച്ചും പാത്രങ്ങൾക്ക് മാറ്റം ഉണ്ടാകുമ്പോൾ ആ പാത്രങ്ങൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ടാവും. ആ പാത്രങ്ങൾക്ക് അരി പുള്ളി ചെയ്യാനുള്ള ഒരു ശേഷി ഉണ്ടാവും. കുറച്ച് അരി നമ്മളിങ്ങനെ വെച്ചാൽ ആ അരി പാത്രം ഇങ്ങനെ വലിച്ചെടുക്കും. ആ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് റൈസ് പുള്ളിങ്. ആരെയും അത്ഭുതപ്പെടുത്തുന്ന ശൈലിയിൽ അരി സാവധാനം മൂവ് ചെയ്ത് പാത്രത്തിന് അടുത്തേക്ക് വരും. പാത്രത്തിന് ആ റൈസ് വലിച്ചടിപ്പിക്കാനുള്ള ഒരു ശേഷി ഉണ്ടായതാണ്. അത്തരം ശേഷിയുള്ള പാത്രത്തിന് ചോദിക്കുന്ന വില കിട്ടുമെന്നുള്ള ഒരു കഥയാണ് നോർത്ത് 24 ജില്ലയിൽ പതുക്കെ പ്രചരിച്ചു തുടങ്ങിയത്. നമ്മുടെ വീട്ടിലെ പാത്രത്തിന് ആ ശേഷി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ അതിനെ പറ്റിയ ചില ടെസ്റ്റുകൾ ചെയ്യണം. നോർത്ത് 24 പർഗാന ജില്ലയിലെ ആളുകളുടെ അടുത്തേക്ക് ഒരു ഗ്യാങ് ഇറങ്ങിയത് ആ വിഷയവുമായി ബന്ധിപ്പിച്ചാണ്. നിങ്ങളുടെ വീട്ടിലെ പാത്രങ്ങൾക്ക് റൈസ് പുള്ളിംഗ് എബിലിറ്റി ഉണ്ടോ എന്ന് അറിയാൻ ഒരു പരിശോധനയ്ക്ക് നിങ്ങൾ ആ പാത്രങ്ങൾ വിധേയമാക്കണം. വെറുതെ പരിശോധിക്കാൻ പറ്റില്ലല്ലോ, ഒരു ഫീസ് കൊടുത്താലേ പരിശോധിക്കാൻ പറ്റൂ. ആളുകളെ പറഞ്ഞ് മോഹിപ്പിച്ചപ്പോൾ ആളുകൾ വൻ തുക കൊടുത്ത് അവരുടെ വീടുകളിലെ പാത്രങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കും. ആ പാത്രങ്ങളിൽ പലതിനും റൈസ് പുള്ളിംഗ് എബിലിറ്റി ഉണ്ടെന്ന് ഈ ഗ്രൂപ്പ് സർട്ടിഫൈ ചെയ്യും. റൈസ് പുള്ളിംഗ് എബിലിറ്റി ഉള്ള പാത്രങ്ങൾ വാങ്ങാനായി ആളുകൾ വരുന്നതിനെ കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ട് ആ വീട്ടുകാർ അങ്ങനെ കഴിയുമ്പോൾ ഈ സംഘം ആ സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് നീങ്ങും. അവിടെയും ഇതേ തട്ടിപ്പ് ചെയ്യും. ഈ പ്രക്രിയ നോർത്ത് 24 പർഗാനയിലും കൽക്കത്തയുടെ സമീപത്തുള്ള മറ്റു ജില്ലകളിലും പശ്ചിമ ബംഗാളിലെമ്പാടും ചെയ്യുകയാണ്. ഇതേ സമയത്ത് രാജ്യത്തെമ്പാടും ഈ റൈസ് പുള്ളിംഗ് കബളിപ്പിക്കൽ പരിപാടി സജീവമായി നടക്കുകയാണ്. 2002 അവസാനം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ ഈ റൈസ് പുള്ളിംഗ് ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് പരിചയപ്പെട്ടിരുന്നു. ഒരു ദിവസം യാദൃശ്യവശാൽ പേരുക്കുടി ജംഗ്ഷനിൽ വെച്ച് ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ പുള്ളി ഭയങ്കര സന്തോഷത്തിലാണ്. പുള്ളി എന്നോട് പറഞ്ഞു അവർക്ക് ഒരു റൈസ് പുള്ളർ കിട്ടിയിരിക്കുകയാണ്. മിന്നലടിച്ച് ഒരു വീടിന്റെ മേൽക്കൂരയിൽ സ്ഥാപിച്ചിരുന്ന മിന്നൽ ലക്ഷ ചാലകത്തിന്റെ സ്വഭാവം മാറിയിരിക്കുകയാണ്. അത് ഒരു റൈസ് പുള്ളറായി മാറിയിരിക്കുന്നു. ആ റൈസ് പുള്ളർ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിൽപ്പനയ്ക്ക് വെച്ചാൽ മിനിമം 10 കോടി രൂപയെങ്കിലും കിട്ടും. ഇതാണ് ആ സുഹൃത്ത് പറഞ്ഞ കാര്യം. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ആ സാധനം വാങ്ങാനായി ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ബയേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ റൈസ് പുള്ളർ വിറ്റുപോയാൽ എന്റെ സുഹൃത്തിനും കൂടെയുള്ള ടീമിനും ചേർന്ന് 10% കമ്മീഷൻ കിട്ടും. 10 കോടി രൂപയുടെ ആ കച്ചവടം നടന്നാൽ 1 കോടി രൂപ കമ്മീഷൻ. എന്നോട് ആ സുഹൃത്ത് ആ കഥ പറയുന്നത് 2002 ഡിസംബറിന്റെ എൻഡിലാണ്. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് ഏകദേശം 2003 മാർച്ചോട് അടുപ്പിച്ച് ഇതേ വ്യക്തിയെ ഞാൻ പിന്നീട് ഒരിക്കൽ കണ്ടു. ഞാൻ പുള്ളിയോട് ചോദിച്ചു, എന്തായി നിങ്ങളുടെ റൈസ് പുള്ളർ? പിന്നെ ചന്ദ്രമോഹൻ, അതിന്റെ വില കൂടി കേട്ടോ. എന്ത് വിലയായി ഇപ്പം? അത് ഭയങ്കര വിലയാണ്. 100 കോടി രൂപയാണ് ഇപ്പൊ അത് ആള് ചോദിക്കുന്നത്. 100 കോടി രൂപയോ? അതെ, 100 കോടി രൂപ. അത് ശരി, അത്രയും വിലയുണ്ട് അതിന്? അതെ, അത്രയും വിലയുണ്ട്. അപ്പോഴും ആ ടീമിന് ലഭിക്കുന്ന കമ്മീഷൻ 10%. 100 കോടി രൂപയ്ക്ക് വിറ്റുപോയാൽ 10% കിട്ടും എന്ന് പറയുമ്പോൾ 10 കോടി രൂപ. ഞാൻ 2003 ഓണത്തോട് അടുപ്പിച്ച് വീണ്ടും അദ്ദേഹത്തെ കണ്ടു. അപ്പോ പുള്ളി എന്നോട് പറഞ്ഞു, ചന്ദ്രമോഹൻ, അത് ഭയങ്കര പവർ ആയിരിക്കുകയാണ്. അത് ടെസ്റ്റ് ചെയ്യാൻ ഉൾക്കടലിൽ കപ്പൽ വെച്ചേ പറ്റൂ. പുറത്തൊക്കെ വെച്ച് ടെസ്റ്റ് ചെയ്താൽ
ഗവൺമെന്റും മറ്റ് സംവിധാനങ്ങളൊക്കെ അറിയും, ഒരുപാട് പ്രശ്നമാകും. പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പൊ ഭയങ്കര വിലയാണ് അതിന്. എന്താ വില? 500 കോടിയാണ് ചോദിക്കുന്നത്. അപ്പോഴും 10% കമ്മീഷൻ ആ ടീമിന് കിട്ടും. 500 കോടി രൂപ ആകുമ്പോൾ 50 കോടി രൂപ കമ്മീഷൻ. എന്റെ സുഹൃത്തും അവർക്കൊപ്പമുള്ള ആളുകളും അവർക്ക് ലഭിക്കാൻ സാധ്യതയുള്ള കമ്മീഷനെ കുറിച്ച് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് ഞാൻ പത്രത്തിൽ ഒരു പടം കണ്ടു. വെള്ളിമൂങ്ങ വിൽക്കാൻ ശ്രമിച്ച കുറച്ച് ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ എടുത്ത ഫോട്ടോയാണ് പത്രത്തിൽ ഉള്ളത്. എന്റെ ആ സുഹൃത്തിന്റെ ഫോട്ടോയും അവിടെ ഉണ്ട്. ഒരു തട്ടിപ്പിൽ നിന്ന് അടുത്ത തട്ടിപ്പിലേക്ക് അവർ പോയപ്പോൾ പോലീസ് പൊക്കിയതാണ്. റൈസ് പുള്ളർ കഥ ഇവിടെ കേരളത്തിൽ ഈ ശൈലിയിലാണ് വർക്കൗട്ട് ആയതെങ്കിൽ പശ്ചിമ ബംഗാൾ വർക്കൗട്ടായ രീതിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ ശൈലിയുടെ തട്ടിപ്പ് ഒരുപാട് അരങ്ങേറും. എന്തായാലും ഏത് തട്ടിപ്പും കേരളത്തിൽ നടക്കുന്നുള്ള കാര്യം അറിയാമല്ലോ. ഇനി നമുക്ക് കഥയിലേക്ക് വരാം. റൈസ് പുള്ളർ തട്ടിപ്പ് നടത്തുന്ന ഗ്യാങ്ങുകളുമായി തപൻദാസ് അവസാന കാലഘട്ടത്തിൽ ബന്ധപ്പെട്ടിരുന്നു എന്നുള്ള വിവരം നോർത്ത് 24 പർഗാന ജില്ലയിലെ ചില ആളുകളിൽ നിന്ന് പോലീസ് അറിഞ്ഞപ്പോൾ പോലീസിന്റെ സംശയം അവരിലേക്കായി. ആ തട്ടിപ്പുകാർക്ക് തപൻദാസിന്റെ കൊലപാതകവുമായി ബന്ധമുണ്ടോ എന്നുള്ളതായി പോലീസിന്റെ അന്വേഷണം. പോലീസിന് ഇപ്പോ അന്വേഷിക്കാൻ കൃത്യമായ ആളുകൾ കിട്ടിയിരിക്കുകയാണ്. റൈസ് പുള്ളിംഗ് തട്ടിപ്പ് നടത്തിയ ചില ഗ്യാങ്ങുകളെ പോലീസ് പൊക്കുന്നത് അങ്ങനെയാണ്. അവരെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ അവരിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ പോലീസിന് കിട്ടി. ഏകദേശം ഒരു ആവറേജ് പൊക്കമുള്ള തടിച്ചിട്ട് കറുത്ത ഒരു മനുഷ്യൻ തപൻദാസുമായി സംസാരിക്കുന്നത് കണ്ടു എന്നുള്ള വിവരമാണ് അവരിൽ ചിലരിൽ നിന്ന് പോലീസിന് കിട്ടിയത്. നേരത്തെ ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റും മറ്റു ജീവനക്കാരും പറഞ്ഞ അതേ ശൈലിയിലുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഇപ്പോ വീണ്ടും ആ തട്ടിപ്പുകാരുടെ ഭാഗത്ത് നിന്ന് പോലീസിന് കിട്ടിയിരിക്കുന്നത്. കൃത്യമായി അവർക്ക് എവിടെ വെച്ചാണ് ആ വ്യക്തിയെ കണ്ടതെന്ന് ഓർമ്മയില്ല. പോലീസ് ആണെങ്കിൽ ആ വ്യക്തിയുടെ ഇൻഫർമേഷൻ അവർക്കറിയാവുന്ന രീതിയിൽ ശേഖരിച്ചതിന് ശേഷം ഹോട്ടൽ മുഴുവൻ കയറി ഇറങ്ങിയാണ്. കറുത്ത തടിച്ച ഒരു ആവറേജ് പൊക്കമുള്ള വ്യക്തി അവിടെ ഏതെങ്കിലും ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ടോ എന്ന് അറിയുക എന്നുള്ളതാണ് പോലീസിന്റെ ലക്ഷ്യം. പോലീസിന്റെ ഒരു ടീം അങ്ങനെ ഹോട്ടൽ മുഴുവൻ അന്വേഷിച്ചിറങ്ങുമ്പോൾ മറ്റൊരു ടീം വീണ്ടും കൊലപാതകം നടന്ന ആ ഹോട്ടലിലേക്ക് മടങ്ങിയെത്തി. വീണ്ടും അവർ ജീവനക്കാരെ ചോദ്യം ചെയ്തു തുടങ്ങിയാണ്. ജീവനക്കാരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അഡീഷണൽ ആയി കിട്ടുമെന്ന് അറിയാനാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ അവരോട് സംസാരിച്ചു തുടങ്ങിയത്. ഫെബ്രുവരി 6 തപൻദാസും കൂടെയുള്ള ആളും മുറിയെടുത്തത് മുതൽ കൊലപാതകം കണ്ടെത്തുന്ന വരെയുള്ള കാര്യങ്ങൾ ഓർത്തെടുക്കാനാണ് പോലീസ് ഹോട്ടലിലെ ആളുകളോട് ആവശ്യപ്പെട്ടത്. എന്തും അവർക്ക് പറയാം. അവർക്ക് മനസ്സിൽ തട്ടിയിട്ടുള്ള എന്ത് കാര്യവും പോലീസിനോട് പറയാനുള്ള അവസരമാണ് പോലീസ് അവർക്ക് കൊടുത്തത്. വളരെ ചെറുതെന്ന് അവർക്ക് തോന്നുന്ന ഒരു കാര്യം പോലും അന്വേഷണത്തെ സഹായിക്കാൻ കഴിയുന്ന ഒന്നാണെന്ന് പോലീസ് പറഞ്ഞപ്പോൾ പലരും പല കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്. പോലീസ് ശരിക്കും അവിടുത്തെ ജീവനക്കാരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. എന്തെങ്കിലും അവർക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് പറയാനായി പോലീസ് ആവശ്യപ്പെട്ടപ്പോൾ ഒരാള് പോലീസിനോട് പറഞ്ഞു, സാർ, ഞാൻ റൂം സർവീസ് ചെയ്യുന്ന ആളാണ്, എനിക്കിപ്പോ ഒരു സംഭവം ഓർമ്മ വരുന്നുണ്ട്. എന്താണ് പറയൂ. സാർ, ഞാൻ 102 ആളുകൾ ആവശ്യപ്പെട്ട അനുസരിച്ച് അവർക്ക് ഭക്ഷണം എത്തിക്കാൻ പോയിരുന്നു. ചിക്കൻ പകോടയും സലാഡുമാണ് അവർ ഓർഡർ ചെയ്തത്. അത് കൊടുക്കാനാണ് ഞാൻ പോയത്. പോലീസിന് അറിയാവുന്ന ഒരു വിവരമാണ് ആ റൂം സർവീസ് ചെയ്യുന്ന ആൾ പറഞ്ഞത്. പോലീസ് ആ ബില്ല് കണ്ടതാണ്. സർ, ആദ്യത്തെ ഓർഡർ തന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവർ രണ്ടാമതും അതേ സാധനം ആവശ്യപ്പെട്ടു. പോലീസിന് അക്കാര്യവും അറിയാം. ആ ബില്ലും പോലീസിന്റെ കൈവശമുണ്ട്. പോലീസ് ആ റൂം സർവീസുകാരൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടി കൗതുകത്തോടെ അവനെ നോക്കുമ്പോൾ അവൻ പോലീസിനോട് പറഞ്ഞു, സാർ, ഞാൻ രണ്ടാമത്തെ പ്ലേറ്റ് സപ്ലൈ ചെയ്യാനായി അവിടെ ചെന്ന് അത് കൊടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർ തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. നീ എന്ത് കേട്ടെന്നാ പറയുന്നത്? പെട്ടെന്ന് പോലീസ് ചോദിച്ചതും അവൻ പറഞ്ഞു, സാർ, അവർ പറയുന്നത് ശ്രദ്ധിക്കണമെന്ന് ഞാൻ കരുതിയതല്ല. സാർ, ഞാൻ മുറി അടച്ച് പുറത്തേക്ക് ഇറങ്ങുന്നതിൽ അവരിൽ ഒരാൾ സർക്കസ് എന്ന് പറഞ്ഞ് ഞാൻ കേട്ടു. സർക്കസ് എന്നോ? അതെ സാർ, സർക്കസ് എന്നാണ് ഞാൻ കേട്ടത്. സർക്കസ് എന്ന വാക്ക് ആ മുറിയിലുണ്ടായിരുന്ന ആളുകൾ ഉപയോഗിച്ചു എന്ന് കേട്ടപ്പോ പോലീസിന്റെ ചിന്ത ആ വാക്കിലേക്ക് വരികയാണ്. അവരെന്തിനാ സർക്കസ് എന്ന് പറഞ്ഞത്? ഇനി അവർ രണ്ടുപേരും കൂടി ചേർന്ന് സർക്കസ് കാണാൻ പോകാനുള്ള വല്ല പരിപാടി ഉണ്ടായിരുന്നോ? അതോ അവരുടെ സ്ഥിരം പരിപാടി അവരെവിടെയും തുടങ്ങിക്കാണോ? സർക്കസ് കമ്പനിയിൽ ആരെങ്കിലും പറ്റിക്കാൻ ഒരു പ്ലാൻ ഇട്ട് കാണോ? പലതരത്തിലുള്ള ചോദ്യങ്ങളാണ് പോലീസ് പരസ്പരം ചോദിക്കുന്നത്. നമ്മുടെ ഈ 2023 അവസാനത്തിൽ സർക്കസ് നമുക്കൊരു വിഷയമേ അല്ല. സർക്കസ് ഇപ്പോ നമ്മൾ അധികം ആകർഷിക്കുന്ന വിഷയവുമല്ല. പക്ഷെ 2000 അതങ്ങനെയല്ല. അന്ന് ആളുകളെ ഒരുപാട് ആകർഷിച്ചിരുന്ന ഒരു വിനോദമാണ് സർക്കസ് എന്ന് പറയുന്നത്. സർക്കസ് അന്ന് ശരിക്കും ഒരു ആവേശം ഉണ്ടാക്കുന്ന സംഭവം തന്നെയായിരുന്നു. ഈ കൊല നടക്കുന്നത് 2003 ഫെബ്രുവരി 7 അന്വേഷണ ഉദ്യോഗസ്ഥർ സർക്കസ് കമ്പനികളിലേക്ക് അവരുടെ അന്വേഷണം മാറ്റി. ഹോട്ടൽ ജീവനക്കാരിൽ നിന്ന് കിട്ടിയ വിവരവും
റൈസ് പുള്ളിംഗ് തട്ടിപ്പ് നടത്തുന്ന ആളുകളിൽ നിന്ന് കിട്ടിയ വിവരവും അനുസരിച്ച് പോലീസ് തയ്യാറാക്കിയ സ്കെച്ച് സർക്കസ് കമ്പനികളിലെത്തി അവിടെയുള്ള ആളുകളെ കാണിച്ചു. കൊലപാതകി എന്ന് പോലീസ് കരുതുന്ന ആളുടെ ചിത്രമാണ്. ആ ചിത്രം അവിടെ കാണിച്ചിട്ട് ആ ആളെ അവരാരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് തിരക്കിയപ്പോ ഇല്ല എന്ന മറുപടിയാണ് എല്ലായിടത്തു നിന്നും കിട്ടിയത്. ശരിക്കും പ്രതീക്ഷയോടുകൂടിയാണ് പോലീസ് ഓരോ സർക്കസ് കമ്പനിയിലും ചെല്ലുന്നത്. അവിടെയുള്ള മുഴുവൻ ആളുകളെയും ആ ചിത്രം കാണിച്ചു കഴിയുമ്പോൾ പോലീസിന്റെ മുഖത്ത് നിരാശ ഉണ്ടാകും. അനുകൂലമായ ഒരു മറുപടിയും ഒരു കമ്പനിയൊന്നും അവർക്ക് കിട്ടുന്നില്ല. കൽക്കത്തയിലെയും നോർത്ത് 24 പർഗാന ജില്ലയിലെയും സർക്കസ് കമ്പനികളിൽ കയറിയിറങ്ങിയ പോലീസ് തികച്ചും നിരാശരായിരിക്കുകയാണ്. നോർത്ത് 24 പർഗാനയിലെ നൈഹദിയിലുള്ള ഒരു സർക്കസ് കമ്പനിയിൽ പോയിട്ട് പോലീസിലെ ഒരു ടീം തിരിച്ച് കൽക്കത്തയിലേക്ക് വരികയാണ്. ആ ജീപ്പിലെ അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ തികച്ചും നിരാശയിലാണ്. തപൻദാസിന്റെ കൊലപാതകം തെളിയിക്കപ്പെടാത്ത അനവധി കേസുകളുടെ ഭാഗമായി മാറുമെന്ന് ആ അന്വേഷണ ഉദ്യോഗസ്ഥർ പരസ്പരം പറയുകയാണ്. അവർ അവരുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു നോക്കിയതാണ്. പക്ഷേ കൊലപാതകയിലേക്ക് എത്താൻ മാത്രം അവർക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. അതിനെക്കുറിച്ച് അവരിങ്ങനെ പറഞ്ഞുകൊണ്ട് കൽക്കത്തയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവരുടെ വാഹനം ഇപ്പോ ജഗതാൽ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ശരിക്കും ക്ഷീണിതരാണ് വാഹനത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ. അവർ റോഡ് സൈഡിൽ എവിടെയെങ്കിലും ചായ കുടിക്കാൻ കഴിയുന്ന കട കാണുമ്പോൾ ഒന്ന് നിർത്തണേന്ന് ഡ്രൈവറോട് പറഞ്ഞു. അത് കേട്ടത് ഡ്രൈവർ പറഞ്ഞു, സാർ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ സർക്കസ് മോർ, അവിടെ നല്ല ചായ കിട്ടും, ഞാൻ അവിടെ നിർത്താം സാർ. ഡ്രൈവർ അങ്ങനെ പറഞ്ഞതും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഡ്രൈവറോട് പറഞ്ഞു, ഏയ് അത് വേണ്ട, എനിക്ക് ശരിക്കും ദാഹിക്കുന്നു, അടുത്ത് എവിടെയെങ്കിലും നിർത്തും. പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങനെ പറഞ്ഞപ്പോ ഡ്രൈവർ റോഡ് സൈഡിലുള്ള ഒരു തട്ടുകടയുടെ അടുത്ത് നിർത്തി. ഒരു ചെറിയ ചായക്കടയാണ്. അവിടുന്ന് ചൂട് ചായ വാങ്ങിച്ച് അവർ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചായ കുടിക്കുന്നിടയിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ അധനു അടുത്ത് നിൽക്കുന്ന ആളോട് ചോദിച്ചു, അല്ല ഡ്രൈവർ പറഞ്ഞത് സർക്കസ് മോറിന്റെ അടുത്ത് ഒരു ചായക്കട ഉണ്ടെന്നല്ലേ? അതെ സാർ, എന്താ ഉദ്ദേശിക്കുന്നത്? സർക്കസ് മോർ, ആ വാക്ക് കേട്ടിട്ട് ഒന്നും തോന്നുന്നില്ലേ? അതിന്റെ ചോദ്യം കേട്ടപ്പോ ആ അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ പെട്ടെന്ന് ഒന്ന് ഉന്മേഷത്തിലായി. സകലരുടെയും മുഖത്തെ ഉന്മേഷം കണ്ടതും അധനു അവരോട് പറഞ്ഞു, ആ തപൻദാസ് കൊല്ലപ്പെട്ട ആ മുറിയിൽ അവർ സംസാരിക്കുന്നത് ആ റൂം സർവീസുകാരെ കേട്ടല്ലോ, അവൻ സർക്കസ് എന്നല്ലേ കേട്ടത്? സത്യത്തിൽ സർക്കസ് മോർ എന്നാണ് ഇനി അകത്തുള്ള ആളുകൾ പറഞ്ഞതെങ്കിലും. ശരിക്കും അമ്പരപ്പിക്കുന്നതാണ് അതിനു മുന്നോട്ട് വെച്ച ആ വാചകം. റൂം സർവീസിന് ചെന്ന വ്യക്തി കേട്ടത് സർക്കസ് മോർ എന്ന വാക്കാണെങ്കിൽ തപൻദാസും അയാളുടെ ഒപ്പം ഉണ്ടായിരുന്ന ആളും സർക്കസ് മോർ എന്ന് പറയുന്ന സ്ഥലവുമായി അല്ലെങ്കിൽ ആ സ്ഥാപനവുമായി അല്ലെങ്കിൽ സർക്കസുമായി എന്തോ കണക്ഷൻ ഉള്ളവരാണ്. റൂം നമ്പർ 102-ൽ റൂം സർവീസിന് വന്ന ആ ആള് കേട്ട വാക്ക് സർക്കസ് മോർ എന്ന വാക്കിന്റെ ആദ്യ ഭാഗം മാത്രമാണെങ്കിൽ അന്വേഷണം തുടങ്ങേണ്ടത് സർക്കസ് മോറിൽ നിന്നാണ്. പോലീസിന് ഇപ്പോ കാര്യങ്ങൾ വ്യക്തമാണ്. സർക്കസ് മോർ യഥാർത്ഥത്തിൽ സർക്കസുമായി ബന്ധമില്ലാത്തൊരു പേരാണ്. നോർത്ത് 24 പർഗാന ജില്ലയിലെ ഒരു സ്ഥലമാണ് സർക്കസ് മോർ. പോലീസ് അതിവേഗം ആ സ്ഥലത്തേക്ക് ചെന്നു. ജഗതാൽപാൽ ഏരിയയിലുള്ള സർക്കസ് മോർ അനവധി ഇടവഴികളും കുഞ്ഞ് മാർക്കറ്റുകളുമുള്ള തിരക്കേറിയ ഒരു സ്ഥലമാണ്. അവിടെ എത്തിയ പോലീസ് അവരുടെ കൈവശമുള്ള ചിത്രം അനവധി ആളുകളെ കാണിച്ചു. 2 ദിവസത്തെ നിരന്തരമായ അന്വേഷണത്തിനൊടുവിൽ പോലീസ് അവസാനം ആ ചിത്രത്തിൽ കാണുന്ന ആളുടെ അടുത്തെത്തി. അയാളുടെ പേര് ബാപ്പി മുഖർജി എന്നാണ്. തപൻദാസിനൊപ്പം ഹോട്ടൽ പെൻക്വിനിൽ ഫെബ്രുവരി 6-ന് ഉണ്ടായിരുന്നത് സാക്ഷാൽ ബാപ്പി മുഖർജിയാണ്. ബാപ്പി മുഖർജിയെ സർക്കസ് മോറിൽ നിന്ന് പോക്കിയ പോലീസ് നേരെ കൽക്കത്തയ്ക്ക് കൊണ്ടുവന്നത് ലാൽ ബസാറിലെ കൺട്രോൾ റൂമിലേക്കാണ്. കൺട്രോൾ റൂമിൽ ചോദ്യം ചെയ്യാനുള്ള മുറിയിൽ അയാളെ ഒറ്റയ്ക്ക് ഇരുത്തിയിരിക്കുകയാണ്. ആ മുറിയിൽ നടക്കുന്ന ഇന്റർഗേഷൻ മറ്റു മുറിയിൽ സ്ക്രീനുകളിൽ ഉദ്യോഗസ്ഥർക്കൊക്കെ കാണാം. ബാപ്പി മുഖർജി ആ മുറിയിൽ അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. ആ മുറിയുടെ സമീപത്തു കൂടി ഉദ്യോഗസ്ഥർ നടന്നു പോകുന്നത് ബാപ്പി മുഖർജിക്ക് കാണാം. ആ മുറിയിലേക്കും ഇടയ്ക്ക് ആളുകൾ വരുന്നുണ്ട്. ബാപ്പി മുഖർജി ആ വരുന്ന ആളുകളെയും പോകുന്ന ആളുകളെയൊക്കെ ശ്രദ്ധിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. പൂർണ്ണ നിശബ്ദതയാണ് അവിടുത്തെ പ്രത്യേകത. ഒരു സൂചി വീണാൽ കേൾക്കാവുന്ന നിശബ്ദതയാണ് ലാൽ ബസാറിൽ. ആ നിശബ്ദത ബാപ്പി മുഖർജിയെ ഭയപ്പെടുത്തിയെന്ന് പോലീസ് ചോദ്യം ചെയ്തു തുടങ്ങിയ ആ നിമിഷത്ത് തന്നെ മനസ്സിലായി. അയാൾ പോലീസ് ചോദ്യം ചെയ്തു തുടങ്ങുമ്പോഴേ കുറ്റമേറ്റു. ശരിക്കും ഭയപ്പെടുത്തുന്ന നിശബ്ദത ലാൽ ബസാറിന്റെ പ്രത്യേകതയാണ്. അവിടെ പോലീസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഒരു അക്ഷരം പോലും മിണ്ടില്ല.
അവര് നടക്കുമ്പോൾ അവരുടെ ബൂട്ടിന്റെ ശബ്ദം പോലും പുറത്ത് കേൾക്കില്ല. ശരിക്കും ഒരു ശ്മശാനത്തിനകത്ത് നമ്മൾ പെട്ടുപോയ പ്രതീതിയാണ് ലാൽ ബസാറിനകത്ത് പെട്ടുപോകുമ്പോൾ. ആ അന്തരീക്ഷം ബാപ്പി മുഖർജിയെ അയാളുടെ മനസ്സിൽ ഉള്ളതെല്ലാം പറയാൻ പ്രേരിപ്പിച്ചതാണ്. അയാൾ ആ കഥ പറഞ്ഞു. തപൻദാസിനെ പോലെ തന്നെ പേര് കേട്ട ഒരു തട്ടിപ്പുകാരനാണ് ഈ ബാപ്പി മുഖർജി. അവരെ രണ്ടുപേരെയും അറിയാവുന്ന ആളുകൾക്ക് തർക്കവിഷയമായി ഉണ്ടാകാൻ സാധ്യതയുള്ള ഒറ്റ കാര്യമാണ്, തട്ടിപ്പിൽ അവരിൽ രണ്ടുപേരിൽ ആരാണ് മെച്ചം. രണ്ടും ഒന്നൊന്നര തട്ടിപ്പുകാർ. ജാഗ്ദാൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് തപൻദാസും ബാപ്പി മുഖർജിയെ പരിചയപ്പെടുന്നത്. ജോലി തട്ടിപ്പ്, ലോണ് തട്ടിപ്പ്, റൈസ് പുള്ളർ തട്ടിപ്പ്, ഇങ്ങനെ പലതരം തട്ടിപ്പുമായിട്ടൊക്കെ തപൻദാസ് മുന്നോട്ട് പോകുമ്പോഴാണ് ജഗ്ദാൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തപൻദാസ് ബാപ്പി മുഖർജിയെ പരിചയപ്പെടുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ബാപ്പി മുഖർജിയെ പരിചയപ്പെടുന്നതിന് മുമ്പ് തപൻദാസ് മറ്റൊരു ശൈലിയിലുള്ള ആളുകളെ പരിചയപ്പെട്ടിരുന്നു. ആ പുതിയ ടീം മറ്റൊരു ഇനത്തിലുള്ള തട്ടിപ്പിൽ അല്പം പ്രാഗൽഭ്യമുള്ളവരാണ്. ഫേക്ക് ഡോളറുകൾ രംഗത്തിറക്കി ആളുകളെ പറ്റിക്കുന്ന ടീമാണ്. ആ ടീമുമായിട്ടാണ് തപൻദാസ് പരിചയം ഉണ്ടാക്കിയിരുന്നത്. ആ ടീമിലുള്ള ഒരു സുഹൃത്തിന്റെ കയ്യിൽ ഒരു $1 ബില്യൺ നോട്ട് ഇരിക്കുന്നത് തപൻദാസ് കണ്ടിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ബാപ്പി മുഖർജിയെ പരിചയപ്പെട്ടപ്പോൾ ആ $1 ബില്യൺ നോട്ടിന്റെ കാര്യം തപൻദാസ് ബാപ്പി മുഖർജിയോട് പറഞ്ഞു. അവിടെ നിന്നാണ് കഥ ആരംഭിക്കുന്നത്. തപൻദാസ് $1 ബില്യൺ കുറിച്ച് പറഞ്ഞപ്പോൾ അതെങ്ങനെയും സ്വന്തമാക്കാനുള്ള ഒരു ആഗ്രഹം ബാപ്പിക്കുണ്ടായി. കുറച്ച് $1 ബില്യൺ നോട്ടുകൾ കിട്ടിയാൽ അവന്റെ ജീവിതം രക്ഷപ്പെട്ടു എന്ന് അവൻ അറിയാം. $1 ബില്യൺ നോട്ട് തപൻദാസുമായി ബന്ധപ്പെട്ട ആളുകളുടെ കൈവശമുണ്ട്. ആ കാര്യം തപൻദാസ് ബാപ്പിയോട് വ്യക്തമാക്കിയിട്ടുണ്ട്. തട്ടിപ്പുകാരെ തട്ടിക്കാൻ ഒരു വിരുദ് ഉള്ള കൂട്ടത്തിലാണ് തപൻദാസ്. തപൻദാസിന് അറിയാം ഈ ബാപ്പി മുഖർജിക്ക് റൈസ് പുള്ളിംഗ് ഗ്യാങ്ങുമായി ബന്ധമുണ്ടെന്ന്. റൈസ് പുള്ളിംഗ് തട്ടിപ്പ് വളരെ വിജയകരമായി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ റൈസ് പുള്ളിംഗ് തട്ടിപ്പ് നടത്തുന്ന ആളുകളുമായി പരിചയമുള്ള ബാപ്പി മുഖർജിയെ ഒന്ന് പറ്റിക്കാനായി തപൻദാസ് ഒരു പരിപാടിയിട്ടു. തപൻദാസ് ബാപ്പിയോട് പറഞ്ഞു, അവന് ഈ റൈസ് പുള്ളിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ചിലരെ പരിചയമുണ്ട്. റൈസ് പുള്ളറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന അനവധി ആളുകളെ അവന് പരിചയമുണ്ട്. ആ പരിചയത്തിന്റെ ഫലമായിട്ട് അവൻ ഒരുപാട് റൈസ് പുള്ളറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് അവന് വൻതോതിൽ പ്രതിഫലം കിട്ടി. ആ പ്രതിഫലത്തിന്റെ ഭാഗമായി അവന് കിട്ടിയ ഒന്ന് ഒരു $1 ബില്യൺ നോട്ടാണ്. ഈ വിവരങ്ങളൊക്കെ തപൻദാസ് ബാപ്പി മുഖർജിയോട് പറഞ്ഞു. തപൻദാസ് പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുകയാണ് ബാപ്പി മുഖർജി. ബാപ്പി മുഖർജിക്ക് താൻ പറയുന്ന കാര്യത്തിൽ താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കിയ തപൻദാസ് ബാപ്പി മുഖർജിയോട് പറഞ്ഞു, എനിക്ക് കുറച്ച് പണം അഡ്വാൻസായി നൽകിയാൽ ഞാൻ എന്റെ ഏജന്റുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. റൈസ് പുള്ളറുകൾ വാങ്ങാനും വിൽക്കാനും കപ്പാസിറ്റിയുള്ള ഏജന്റുകളെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് പാടുള്ള കേസാണ്. ആ ഏജന്റുകൾ തന്റെ കൈവശമുണ്ടെന്നും അവരെ പരിചയപ്പെടുത്തി കൊടുക്കാനായി അഡ്വാൻസ് വേണമെന്നുമാണ് തപൻദാസ് ബാപ്പി മുഖർജിയോട് പറഞ്ഞത്. ബാപ്പി മുഖർജിയുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിച്ച് മുങ്ങുക എന്നുള്ളതാണ് തപൻദാസിന്റെ ലക്ഷ്യം. തപൻദാസിന്റെ ലക്ഷ്യം വ്യക്തമായി മനസ്സിലാക്കിയ ബാപ്പി മുഖർജി അയാൾക്ക് കുറച്ച് പൈസ അഡ്വാൻസ് കൊടുത്തു. ബാക്കി പണം ഏജന്റിനെ കാണുന്ന സമയത്ത് കൊടുക്കാമെന്ന് ബാപ്പി മുഖർജി പറഞ്ഞു. കൽക്കത്തയിലുള്ള റൈസ് പുള്ളർ ഏജന്റുമാരെ പരിചയപ്പെടുത്തി കൊടുക്കാന്ന് പറഞ്ഞാണ് ബാപ്പി മുഖർജിയെ കൊണ്ട് തപൻദാസ് കൽക്കത്തയിലെത്തിയത്. കൽക്കത്തയിലെ ഹോട്ടൽ പെൻക്വിനിൽ അവർ മുറിയെടുക്കുമ്പോൾ ബാപ്പി മുഖർജിയുടെ മനസ്സിൽ മറ്റൊരു ആശയമുണ്ട്. തപൻദാസിന്റെ കയ്യിലുള്ള ആ $1 ബില്യൺ നോട്ട് തപൻദാസ് ഉറങ്ങുമ്പോൾ അടിച്ചു മാറ്റുക എന്നുള്ളതാണ് ബാപ്പി മുഖർജിയുടെ ലക്ഷ്യം. അരക്കള്ളനും മുഖക്കള്ളനും കൂടി അങ്ങനെ 2 വ്യാജ പേരുകളിൽ മുറിയെടുത്ത് ഹോട്ടൽ പെൻക്വിനിലെ റൂം നമ്പർ 102-ലെത്തി. ബാപ്പി മുഖർജിയുടെ കയ്യിൽ നിന്ന് പണം അടിച്ചു മാറ്റാനായി ഏജന്റുമാരെ രംഗത്തിറക്കാനുള്ള അടവെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ തപൻദാസ് കൽക്കത്തയിൽ എത്തിയത് തന്നെ. പിറ്റേ ദിവസം പകൽ ഏജന്റുമാർ അവിടെ രംഗത്ത് വരും. ആ സമയത്ത് ബാപ്പി മുഖർജി ബാക്കി പണം കൂടെ കൊടുക്കും. ആ പണം കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് മുങ്ങണം. ഇതാണ് തപൻദാസിന്റെ ടാർഗറ്റ്. തപൻദാസും ബാപ്പി മുഖർജിയും കൂടി റൂം നമ്പർ 102-ലേക്ക് കയറി. 2 ആളുകളും 2 ആശയങ്ങളുമായിട്ടാണ് അകത്തേക്ക് കയറുന്നത്. തപൻദാസിന്റെ ലക്ഷ്യം ബാപ്പി മുഖർജിയെ പറ്റിക്കുക എന്നുള്ളതാണ്. ബാപ്പി മുഖർജിയുടെ ലക്ഷ്യം തപൻദാസിനെ പറ്റിക്കുക എന്നുള്ളതാണ്. 2 പേരും പരസ്പരം എങ്ങനെ പറ്റിക്കാമെന്ന് ആലോചിച്ചുകൊണ്ടാണ് മുറിക്കുള്ളിലേക്ക് കയറുന്നത്. ആ മുറിയിൽ അവരെത്തി അല്പം കഴിഞ്ഞപ്പോഴാണ് അവർ ചിക്കൻ പക്കോടയ്ക്ക് ഓർഡർ ചെയ്യുന്നത്. ചിക്കൻ പക്കോട കഴിക്കുമ്പോൾ പതുക്കെ അത് സംഭാഷണം ആരംഭിച്ചു. ബാപ്പിയുടെ കയ്യിലുള്ള ബാക്കി പണം കൂടി ബാപ്പി തപൻദാസിന് കൊടുത്താൽ മാത്രമേ തപൻദാസ് ഏജന്റുകളെ രംഗത്ത് വരുത്തൂ എന്ന് പറഞ്ഞപ്പോൾ ബാപ്പി ചൂടായി.
ബാപ്പി തപൻദാസിനോട് പറഞ്ഞു, അത് വേണ്ട, എനിക്ക് ഞാൻ നൽകിയ അഡ്വാൻസ് തിരിച്ചു വേണം. അഡ്വാൻസ് തിരിച്ചു വേണമെന്ന് ബാപ്പി മുഖർജി പറഞ്ഞതും അത് പറ്റത്തില്ല, ഏജന്റുകളോട് ഞാൻ വരാൻ പറഞ്ഞു പോയി എന്ന് പറഞ്ഞ് തപൻദാസ് ബാപ്പിയോട് ചൂടായി. രണ്ടു പേരും തമ്മിലുള്ള വഴക്ക് അങ്ങനെ മൂർധന്യ അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് നീ സർക്കസ് മോറി വന്നാൽ ഞാൻ നിന്നെ കാണിച്ചു തരാമെന്ന് ബാപ്പി മുഖർജി പറയുന്നത്. ഈ സമയത്താണ് രണ്ടാമത്തെ ചിക്കൻ പകോട കൊടുക്കാനായി നമ്മുടെ റൂം സർവീസുകാരൻ അവിടെ വന്നത്. അയാൾ പോയി അല്പസമയം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു വഴക്കാരംഭിച്ചു. ആ വഴക്കങ്ങ് ശക്തമായതും ബാപ്പി തപൻദാസിനെ കഴുത്തി കയറി പിടിച്ചു. കഴുത്തിൽ ആ പിടുത്തം ശരിക്കും ശക്തമായതും തപൻദാസ് ഒന്ന് പിടഞ്ഞ് അവസാനിച്ചു. സംഭവം വളരെ വേഗത്തിലാണ് നടന്നത്. തപൻദാസിനെ കൊന്ന ബാപ്പി മുഖർജി അവന്റെ കൈവശമുള്ള ആ $1 ബില്യൺ നോട്ട് അവന്റെ പോക്കറ്റിൽ നിന്ന് പുറത്തെടുത്തു. ആ $1 ബില്യൺ നോട്ട് കയ്യിലെടുത്ത ബാപ്പി മുഖർജി ആ നോട്ട് ഭദ്രമായി അവന്റെ പോക്കറ്റിനകത്ത് വെച്ചതിന് ശേഷം അവൻ മരിച്ചു കിടക്കുന്ന തപൻദാസിന് അടുത്ത് തന്നെ ഇരിക്കുകയാണ്. ഏകദേശം ഒരു 3 മണിക്കൂറോളം നേരം അവൻ തപൻദാസിന് അടുത്ത് തന്നെ ഇരുന്നു. താഴെ റിസപ്ഷൻ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരു സംശയവും ഉണ്ടാകാത്ത ശൈലിയിൽ വേണം അവിടെ നിന്ന് പുറത്തേക്ക് പോകാനെന്ന് ബാപ്പി മുഖർജിക്ക് അറിയാം. ഏകദേശം സന്ധ്യയോടുകൂടി ബാപ്പി മുഖർജി കിടക്കയിൽ നിന്ന് എണീറ്റ് താഴെ കിടക്കുകയായിരുന്ന പത്രത്തിലെ ഒരു പേജ് എടുത്തു. അതിനുശേഷം അവൻ മുറിയുടെ പുറത്തിറങ്ങി. മുറി പൂട്ടി ആ താക്കോല് ആ പേപ്പറിൽ പൊതിഞ്ഞ് ആ പേപ്പറുമായി അവൻ താഴേക്ക് വന്നു. ഒന്നും സംഭവിക്കാത്തതുപോലെ ഹോട്ടലിന്റെ മുന്നിലൂടെ തന്നെ ബാപ്പി മുഖർജി പുറത്തേക്ക് പോവുകയും ചെയ്തു. ഹോട്ടലിന് പുറത്തേക്ക് ഇറങ്ങിയ ബാപ്പി മുഖർജി സർക്കസ് മോറിലുള്ള അവന്റെ മുറിയിലെത്തി ആ താക്കോല് ഒളിച്ചു വെച്ചു. ഒളിച്ചു വെക്കുമ്പോഴും താക്കോലിന് പുറത്ത് ആ ന്യൂസ് പേപ്പർ ഉണ്ട്. അവൻ അത് അവിടെ ഒളിച്ചു വെച്ചതിന് ശേഷം അവൻ കരസ്ഥമാക്കിയ ആ സാധനവുമായി പുറത്തിറങ്ങി ആ $1 ബില്യൺ നോട്ടുമായി. ആ $1 ബില്യൺ നോട്ട് യഥാർത്ഥത്തിൽ ഒറിജിനൽ ആണെന്ന് കരുതിയാണ് അവൻ ആ കൊലപാതകം നടത്തിയത്. ആ $1 ബില്യൺ നോട്ടുമായി അവൻ പലരെ സമീപിച്ചു. അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണ് അവൻ ആളുകളെ സമീപിച്ചത്. $1 ബില്യൺ നോട്ടുമായി അവൻ ഇറങ്ങി തിരിച്ചപ്പോഴാണ് ബാപ്പി മുഖർജിക്ക് ആ കാര്യം മനസ്സിലായത്. അത് ഒരു ശുദ്ധ തട്ടിപ്പാണ്. ശരിക്കും അവന്റെ കയ്യിരിക്കുന്നത് ഒരു ഫേക്ക് നോട്ടാണ്. $1 ബില്യൺ നോട്ട് ശരിക്കും ഒരു പറ്റിപ്പാണ്. പറ്റിപ്പിൽ മാസ്റ്റർ ഡിഗ്രി ഉള്ള ആളാണ് യഥാർത്ഥത്തിൽ ബാപ്പി മുഖർജി. ആ ബാപ്പി മുഖർജിയെ മരിക്കുന്ന സമയത്ത് പോലും തപൻദാസ് പറ്റിച്ചിരിക്കുകയാണ്. തപൻദാസ് തന്നെ പറ്റിച്ചതിനെ കുറിച്ച് ബാപ്പി മുഖർജി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പോലീസ് ബാപ്പി മുഖർജിയെ പൊക്കുന്നതും ഈ കഥകളൊക്കെ അറിയുന്നത്. ബാപ്പി മുഖർജിയുടെ വീട്ടിൽ നിന്ന് ആ ന്യൂസ് പേപ്പറും ആ താക്കോലും ഒക്കെ പോലീസ് കണ്ടെടുത്തു. രജിസ്റ്റർ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ രജിസ്റ്ററിലെ കൈയെഴുത്തും ബാപ്പി മുഖർജിയുടെ കൈയെഴുത്തും ഒന്നാണെന്ന് കോടതിയിൽ പോലീസ് പ്രൂവ് ചെയ്യുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ബാപ്പി മുഖർജി ജയിലിലായി. കോടതി അയാൾക്ക് വിധിച്ചത് ജീവപര്യന്ത തടവാണ്. ഇപ്പോഴും ബാപ്പി മുഖർജി ജയിലിലാണ്. ഈ കഥ 2 കള്ളന്മാരുടെ കഥയാണ്. ഒരാൾ അരക്കള്ളനും മറ്റേയാൾ മുക്കാക്കള്ളനും. ഇതിൽ ആരാണ് മുക്കാക്കള്ളൻ എന്നതാണ് ചോദ്യം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇതുവരെ അരക്കള്ളന്റെയും മുക്കാക്കള്ളന്റെയും കഥ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യണം. താങ്ക് യു.